Come on.
NCC-കാർ ഇനി ആൾക്കാർക്ക് ഒന്ന് വൈഡായിട്ട് വെക്കോ. NCC വിട്ടോടുക. മോക്ക് ഡ്രില്ലിനെ കുറിച്ചിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് നിങ്ങളെയൊക്കെ അറിയിച്ചതും നിങ്ങളെയൊക്കെ ഇതിൻ്റെ അകത്ത് ഭാഗമാക്കാനും സാധിച്ചിട്ടുള്ളത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ 2 സ്ഥലങ്ങളിലാണ് ഇത്തരം മോക്ക് ഡ്രില്ല്. ഒന്ന് ശോഭ സിറ്റിയിലും മറ്റൊന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തുമാണ് നടത്തുന്നത്. ഇവിടെ ഉള്ളത് ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഇവാക്വേഷൻ എന്നുള്ളത് മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, അതേപോലെ തന്നെ NCC വിഭാഗം, മറ്റ് വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഇതിനായിട്ടുണ്ട്. ഇതൊക്കെ വീക്ഷിക്കാൻ പത്രലേഖകർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഭക്തജനങ്ങൾ, അതേപോലെ തന്നെ ദേവസ്വത്തിലെ നമ്മുടെ സുരക്ഷാ ദേവസ്വം ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയുണ്ടായി. എല്ലാവരോടും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടുതലായിട്ട് CI സംസാരിക്കും. നമുക്ക് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു നിർദ്ദേശം കിട്ടിയത്. അപ്പോൾ പോലീസിന് ഇച്ചിരി കൂടെ ലേറ്റായിട്ടാണ് കിട്ടിയത്. ഇത്തരം നമുക്ക് പൂരം ഡ്യൂട്ടിയൊക്കെ ആയിട്ട് പോലീസ് പലയിടത്തും ആയതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ തലത്തിൽ തന്നെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇനി പല മേഖലയിലുള്ള ആൾക്കാരെയും കൂടുതൽ അറിയിച്ച് ഇച്ചിരി കൂടെ വിപുലമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുമായിരുന്നു. ചില സമയമല്ല, ഇനിയും വരും. നമുക്കറിയാം സർജിക്കൽ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തും പബ്ലിക് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഒരു അറ്റാക്ക് നമുക്ക് ഏത് സമയം നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ഉദ്ദേശം തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ നടന്ന എന്താണെന്ന്. ഒരു മോബ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു എയർ അറ്റാക്ക് ഉണ്ടാകുന്നു, അവിടെ കുറച്ച് പേര് ഇഞ്ചുറി ആയിട്ട് സർവേ ചെയ്യുന്നു, കുറേ ആൾക്കാർക്ക് ഇഞ്ചുറി പറ്റാതെ അവർ പരിഭ്രാന്തരായി നിൽക്കുന്നു. ആ ആൾക്കാരെയും ഈ ഇഞ്ചുറി പറ്റിയ ആൾക്കാരെയും ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം എന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ അമ്പലം സംബന്ധിച്ചോളം നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് വിത്ത് ആംസ് ആൻഡ് അല്ലാതെയും ഡ്യൂട്ടിക്കാരുണ്ട്. ആംസുകാർ എപ്പോഴും വിജിലൻ്റ് ആണ്. ആ വിജിലൻ്റ് ഏരിയയിലുള്ള ആൾക്കാർ ഈ വന്ന മോബിനെ മൊത്തം കവർ ചെയ്ത് അവർക്കുള്ള ഒരു ഗ്രൗണ്ട് അറ്റാക്ക്, എയർ അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്രൗണ്ട് അറ്റാക്കും പുറകെ ഉണ്ടാകും. ആ അറ്റാക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആ സിറ്റുവേഷൻ മൊത്തം ഹാൻഡിൽ ചെയ്ത് ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്ക്യൂ ടീമിനെ വിളിക്കുന്നു. റെസ്ക്യൂ ടീം അപ്പോൾ വന്നു ആ ഏരിയയിലുള്ള അസാൾട്ട് ടീമിനെ മൊത്തം അവർ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നു. അതുവരെയും ആ റൈഫിൾ ടീം അവിടെ തന്നെ നിൽക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ എല്ലാം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാം ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ആ മോബിനെ നമ്മൾ സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. അതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മോക്ക് ഡ്രില്ല് അവസാനിച്ചത്. ഇനി വരും ദിവസങ്ങൾ ഇപ്പോൾ തന്നെ മേജർ സാറൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊക്കെ ഈ ആർമി ഫീൽഡിലൊക്കെ ശരിക്കും ഇത് ലൈവായിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരെ പിന്നെ ലേറ്റായിട്ടാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഇനി വരും മോക്ക് ഡ്രില്ലുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു റോളും കൂടെ ഉണ്ട്. ഇതിന് നമ്മളെ ഡയറക്റ്റ് ചെയ്യിക്കുന്ന നമ്മുടെ ജില്ലാ കമ്മീഷണർ ഇളങ്കോ സാറാണ്. അതേപോലെ തന്നെ നമ്മുടെ ACP സിനോയ് സാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പോലീസ് ടീമുകളും ഉണ്ട്, ആംഡ് ഫോഴ്സസ് ഉണ്ട്, QRD ടീമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ദേവസ്വം സെക്യൂരിറ്റി സ്റ്റാഫ്സ് മറ്റെല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ ആൾക്കാർ, ഫയർഫോഴ്സ്, ബാക്കി ഇവിടെയുള്ള എല്ലാ ഈ മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കുന്ന ദേവസ്വത്തിലെ എല്ലാ ജീവനക്കാർക്കും എൻ്റെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും ഇതേപോലുള്ള മോക്ക് ഡ്രില്ലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ മറ്റേ ടാസ്ക് ഫയർഫോഴ്സ് മാത്രമല്ല, നമ്മളൊക്കെ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ്. നമ്മളൊക്കെ അതിൻ്റെ ആളുകളായിട്ട് വളണ്ടിയേഴ്സായിട്ട് വരണം. സൈന്യം അവിടെ സഹായിക്കുന്നുണ്ട്, പോലീസ് സേനയ്ക്ക് അത്യാവശ്യം പണിയുണ്ട്, അറിയാലോ.
അപ്പോൾ ഇത് ഈ മോക്ക് ഡ്രില്ലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ സംവിധാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ്. ഒരു മോബ് വരുമ്പോൾ അവിടെ മൊബൈൽ എടുത്ത് പരിപാടി കാണാനല്ല, എങ്ങനെ ഒരു പെരുക്ക് പറ്റിയ ആളെ നമുക്ക് കയറ്റാൻ പറ്റും, എങ്ങനെ ആ ഇഷ്യൂ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും വളണ്ടിയേഴ്സാണ്. നമ്മുടെ NCC ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ഗൂഗിൾ മീറ്റിൽ 2000 കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കണം, അതായത് പ്രദേശത്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ പോലീസ് ഫോഴ്സ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, മറ്റേ ഫയർഫോഴ്സ് അതിൻ്റെ, അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഒപ്പം നിന്ന് രാജ്യത്ത് ഒരു സ്ഥലത്തൊരു ഓറൽ പോലും ഇല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണുകയും ഒരു പരിചയമില്ലാത്ത ഒരാളെ പ്രദേശത്ത് മനസ്സിലാവാത്തൊരു അപകടകരമായിട്ട് കാണുകയാണെങ്കിൽ സാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ മൊത്തം ഇതിനൊരു പോപ്പുലേഷൻ എല്ലാവരും കൂടി സഹകരിക്കുന്ന ഒരു പരിപാടിയായിട്ട് വിജയിപ്പിക്കണം. എന്തായാലും വളരെ കുറച്ച് സമയം നമ്മൾ മനസ്സിലാക്കണം. NCC ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കുറച്ച് സമയം, സാറ് പറഞ്ഞില്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തൃശ്ശൂർ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊരു സംശയമായിരുന്നു, പോരായിരുന്നു. പക്ഷേ അത് കറക്റ്റ് ടൈമിലാണ് തൃശ്ശൂർ 4 മണിക്ക് നടത്തി. ശോഭാ സിറ്റിയിൽ ഇതേ സമയത്ത് അവിടെയും നടക്കുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ എല്ലാവരുടെയും സഹായം വളരെ ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേവസ്വവും പോലീസും ഭംഗിയായിട്ട് സൈന്യവും NCC കുട്ടികളുടെ സേവനവും സാറിനെ വിട്ടുതരുന്നതാണ്. അടുത്ത നേരത്തെ അറിയിക്കണം ഭംഗിയായിട്ട്. അപ്പോൾ ഇതിൽ കൂടെ എല്ലാവരും സ്വയം വളണ്ടിയറായിട്ട് ഈ പരിപാടിയിൽ സഹകരിക്കുന്നത്. അല്ലാണ്ട് ഒരു ഷോ കാണുന്ന പോലെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാനുള്ളതല്ല അത്. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണം. താങ്ക് യു വെരി മച്ച്.